നമസ്കാരം, CNTV ന്യൂസിലേക്ക് സ്വാഗതം. ഓൾ കേരള റീറ്റെയിൽ ചിക്കൻ മർച്ചന്റ് അസോസിയേഷൻ പൊന്നാനി മേഖല കൺവെൻഷനും ബോധവൽക്കരണ സെമിനാറും നടത്തി. ചങ്ങരകുളം ഫുഡ് സിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് ഡി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ബോധവൽക്കരണ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമപരമായി എങ്ങനെ നമുക്ക് ഈ മേഖലയിൽ ചിക്കൻ വിപണനം നടത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിയമപരമായി നമുക്ക് നേടിയെടുക്കേണ്ടത്. ഇതിൽ നമുക്ക് പലർക്കും അറിയാം, പലർക്കും അല്ലെങ്കിൽ പല കച്ചവടക്കാർക്ക് ചിലപ്പോൾ കാണുമായിരിക്കും. ആദ്യമേ വേണ്ടത് എന്താണ്? ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമായി ഉണ്ടായിരിക്കണം. കാരണം 2006 പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിലെ ലൈസൻസിങ് ആൻഡ് റെഗുലേഷൻ നിയമപ്രകാരം ഏത് ഫുഡ് ഐറ്റം നമ്മൾ വിപണനം നടത്തുമ്പോഴും നമ്മളുടെ സ്ഥാപനത്തിന് നിയമപരമായിട്ടുള്ള ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസോ രജിസ്ട്രേഷനോ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുക്കുന്നതിന് ആകെപ്പാടെ ഒരു വർഷത്തേക്ക് വേണ്ടത് 100 രൂപയുടെ ഫീസാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഈ ഒരു വർഷം 12 ലക്ഷത്തിന് താഴെ വിറ്റുവരവുള്ള ചെറുകിട കച്ചവടക്കാർക്കാണ് ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായി വരുന്നത്. ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷന് ആ സ്ഥാപനം നടത്തുന്ന ആളുടെ ഐഡന്റിറ്റി കാർഡും ഒരു ഫോട്ടോയുമാണ് ആധികാരികമായ രേഖയായിട്ട് വേണ്ടത്. ഇനി ഇതിൽ കൂടുതൽ, അതായത് ഒരു ദിവസം 50 കോഴിക്ക് മുകളിൽ വിൽപ്പന നടത്തുകയോ 12 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള ഒരു കച്ചവട സ്ഥാപനത്തിന് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ആണ് നിർബന്ധമായി വേണ്ടത്. ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസിന് ആധികാരികമായി വേണ്ട രേഖ എന്ന് പറയുന്നത് പഞ്ചായത്ത് ലൈസൻസാണ്. ഈ പഞ്ചായത്ത് ലൈസൻസ് അറിയാം, നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി വേണം. പിന്നെ ഈ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ സർട്ടിഫിക്കറ്റ് വേണം, ഹരിത കർമ്മസേനയുടെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറെ ചടങ്ങുകളുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ആവശ്യമുള്ള കടക്കാർക്ക് ആദ്യ ഘട്ടമെന്ന നിലയിൽ 1 വർഷത്തേക്ക് ലൈസൻസ് എടുക്കേണ്ട സ്ഥാപനമാണെങ്കിലും തൽക്കാലം രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് താമസം കൂടാതെ അവർ കരസ്ഥമാക്കുകയും ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ലൈസൻസ് എടുത്ത് പഞ്ചായത്ത് ലൈസൻസോടുകൂടി ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുകയും വേണം. പൊന്നാനി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ അനുശ്രീ ബോധവൽക്കരണം നടത്തി. നമ്മൾ ഒരുപാട് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലായത്, ഇവിടെ പലർക്കും രജിസ്ട്രേഷൻ ഇല്ല, ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ കുറേ നോട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും പലരും ഈ നിയമപരമായ വശങ്ങളൊക്കെ എടുക്കുന്നതിൽ കുറച്ച് കുറവുകൊണ്ടാണ് പലപ്പോഴും തോന്നിയിരുന്നത്. അപ്പം കുറേ പേര് എടുത്തിട്ടുണ്ടായിരിക്കും, എടുക്കാത്തവരുണ്ടായിരിക്കും. എങ്ങനെയാണ് രജിസ്ട്രേഷൻ എടുക്കുക, ലൈസൻസ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സാർ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷാഫി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. മറ്റു ജില്ലാ മണ്ഡലം ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിക്കൻ വ്യാപാര മേഖലയിൽ ഒരു ഐഡന്റിറ്റി കറക്റ്റായിട്ടില്ലാത്ത കച്ചവടക്കാരാണ് മലപ്പുറം ജില്ലയിലെ 80% കച്ചവടക്കാർ. ഐഡന്റിറ്റി എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് വ്യക്തമായിട്ട് ഒരു ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. ഒരു കച്ചവടക്കാരന്റെ ഐഡന്റിറ്റി ആദ്യം അവൻ കച്ചവടക്കാരനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ എല്ലാം അനുശാസിക്കുന്ന രീതിയിൽ അത് നമ്മളിലേക്ക് നമ്മൾ കൂടി അതിന് പങ്കാളിയായി അവരുമായി ചേർന്ന് നമ്മുടെ സമൂഹത്തിന് അതിന്റെ ഒരു വിഹിതം നൽകിക്കൊണ്ട് തന്നെ വേണം നമ്മൾ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ 2013 മുതൽ നമ്മുടെ ലൈസൻസ് നമുക്ക് നഷ്ടമായത്, നമുക്ക് ഇല്ലാതായത് നിലവിൽ അന്നത്തെ ഒരു ഹൈക്കോടതി വിധി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് ലൈസൻസ് അനുവദിച്ചു തരാത്ത ഒരു വിഷയം കൊണ്ടാണ്. പക്ഷെ ആ വിഷയം വന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാലാകാലങ്ങളായി ചിക്കൻ വ്യാപാര മേഖല ഇവിടെ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ മറ്റേതൊരു വ്യാപാര മേഖല ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ അത് അധികരിച്ചു വന്നിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായി വേസ്റ്റ് സംസ്കരിക്കുക എന്നൊരു സംവിധാനം നമ്മുടെ മേഖലയിൽ വളരെ കുറവായി.
ചെറുകിട കോഴിക്കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധികളെ നിയമങ്ങൾ പാലിച്ച് മറികടക്കാനും വ്യാപാര മേഖലയിൽ ഒറ്റക്കെട്ടായി മുന്നേറാനും നേതാക്കൾ വ്യാപാരികളോട് ആവശ്യപ്പെട്ടു. പൊന്നാനി താലൂക്ക് സെക്രട്ടറി മുസമ്മിൽ പുളിക്കൽ പരിപാടിക്ക് നന്ദി പറഞ്ഞു. CNTV പൊന്നാനി. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും CNTV ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക.